ഹേ ഗൈസ്, അപ്പോൾ ഇപ്പോൾ സമയം വൈകുന്നേരം 7 മണിയായിട്ടുണ്ട്. ഇന്ന് ഈസ്റ്റർ ആണ്. അപ്പോൾ സോ ഹാപ്പി ഈസ്റ്റർ ടു യു ഓൾ. അപ്പോൾ ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ട് നമുക്ക് റൂമിൽ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. രാവിലെ തൊട്ട് ഈ സമയം വരെ നമ്മൾ റൂമിൽ അടയിരിക്കുന്നു, ഒരു പരിപാടി ഇല്ലാണ്ട് സാമ്പാറും ചോറും എന്തൊക്കെയോ കഴിച്ചു. സോ ഇപ്പം ചുമ്മാ ഒന്ന് രാവിലെ തൊട്ടേ റൂമിലായതുകൊണ്ടും പിന്നെ നല്ലൊരു വിശപ്പും ഉള്ളതുകൊണ്ടും നമ്മൾ നേരെ എവിടെ പോന്നു? കൊച്ചിൻ വില്ലേജ്. ചുമ്മാ നല്ലൊരു അടിപൊളി പൊറോട്ടയും ബീഫും കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ അവിടുന്ന് ഒരു പ്രാവശ്യം കഴിച്ചതാണ്. സോ അപ്പോഴന്നെ ആ ടേസ്റ്റ് മേടിച്ചിട്ട് നമ്മളൊന്നും കൂടി ഇപ്പോൾ ഒന്നും കൂടി അവിടെ തന്നെ കഴിക്കാൻ പോവാണ്. സോ നമ്മൾ രണ്ടാൾ മാത്രമല്ല, 3 ആൾ അവിടെ പോകുന്നുണ്ട്. 3ഉം ക്യാമറ ഉണ്ട്, റോബോട്ടല്ലേ ക്യാമറ ആണ് അപ്പം പായും. പക്ഷേ നിങ്ങൾ മുമ്പത്തെ വ്ളോഗ് കണ്ടവർക്കറിയാം, സഫാദിലറില്ലേ സഫാദ് ഓനുണ്ട്. അപ്പോൾ നമുക്ക് അവനെയും കേട്ടാൽ ചുമ്മാ പിന്നെ വ്ളോഗ് ഫുള്ളൊരു ഇതായിരിക്കും. മീൻസ് ഞാനിപ്പോൾ ഉറങ്ങിയിരിക്കുമ്പോൾ ഇവന്മാരെല്ലാം ചവിട്ടി എണീപ്പിക്കുന്നത് ബാർജുനെ പോവാ. ഈ വ്ളോഗ് നമുക്ക് കുറേ ചെറുതാക്കിയെടുക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ വരെ പറ്റൂല. മീൻസ് ആ ഒരു ഇതില്ല. മീൻസ് അപ്പം നല്ല ചാടി നിൽക്കുമല്ലോ. ഇപ്പം അങ്ങനല്ല, ഇപ്പോൾ ഫുള്ള് ഞാൻ ഉറക്കത്തിൻ്റെ ആ ഒരു മൂഡിലാണ് ഉള്ളത്. സോ നമുക്ക് എന്തായാലും പറ്റുന്ന പോലെ കിട്ടുന്ന പോലെയും മാക്സിമം വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ട് എടുത്തിട്ട് നമുക്ക് കേട്ടാം. ഓക്കെ, അങ്ങനെ അപ്പോൾ നമ്മൾ കൊച്ചിൻ വില്ലേജിലേക്ക് എക്സ്പ്രോക്സിമേറ്റ്ലി എത്ര ദൂരം ഉണ്ടാവും? ഒരു 1.5-2 കിലോമീറ്റർ ഉണ്ടാവും. അതിനാൽ നമ്മൾ ബൈ വാക്ക് ആയിട്ടാണ് പോകുന്നത്. പിന്നെ ഇപ്പം നമ്മൾ വെലൻസിയ റോഡ് എത്താറായി. പിന്നെ നമ്മൾ കൊച്ചിൻ വില്ലേജ് എവിടെയാണ്? കങ്കനാടി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ 5 ആളും കൂടി നടന്ന് കങ്കനാടി വരെ പോയി കഴപ്പ് മൂത്ത് കഴിച്ചിട്ട് തിരിച്ചു വരും. ചുമ്മാ ഈസ്റ്റർ അത് ഒരു ഇതാണ്. പക്ഷേ വിശപ്പുണ്ട്. പിന്നെ വിശക്കുന്നതുകൊണ്ട് പിന്നെ ആ ഒരു മൈൻഡിലൊക്കെ പോകുന്നു. അതെ, പിന്നെ വെച്ചാൽ ഈ പൊറോട്ടയും ബീഫും ഒക്കെ കേൾക്കുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നൂലേ. അവിടുത്തെ നല്ല കേരള സ്റ്റൈൽ പൊറോട്ടയും നല്ല അടിച്ചിട്ടുള്ള പൊറോട്ടയും അന്ന് കഴിച്ചപ്പോൾ തന്നെ ബിഗ് ഫാനായി എന്ന് പറഞ്ഞാൽ ബിഗ് ഫാൻ അതുപോലെ. സോ അതുകൊണ്ടാണ് ഇന്നും ഈ ഉറക്കപ്പിച്ചയിലും ഇവന്മാർ ചവിട്ടി എണിപ്പിച്ച് കൊണ്ടുവന്നേ. സോ നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണാം. നമുക്ക് അന്നത്തെ പോലെ കുറേ ലോങ് ആക്കണ്ട. അന്ന് 30 മിനിറ്റ് ആയില്ലേ അല്ലേ? അതുകൊണ്ട് നമുക്ക് ഇന്ന് അത്ര ലോങ് ആക്കണ്ട. സോ നമുക്ക് നേരെ ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവന്മാർ 3 ആളും കൂടി ഉണ്ട്. സഫാദ് ഒന്ന് തിരിഞ്ഞു നോക്കിയാ, ഒന്ന് നോക്കി എടാ, പ്ലീസ് എടാ നോക്കടാ. സഫാദ് ഒന്ന് നോക്കടാ, ഓടിപ്പോന്നാ. എടാ നോക്കടാ ആയിത്തേ, നോക്കടാ. ക്യാമറ ചെയ്യുന്ന ആവശ്യമില്ലടാ, ഒരാളും കൂടി വേണല്ലോ. എടാ ഒന്ന് വർത്താനം പറയണം. എന്നാടാ നമസ്കാരം പറഞ്ഞു കൊണ്ടുവന്നു. ഞാൻ ആദിത്യൻ, BCA പഠിക്കുന്ന എടാ ആദിത്യേ ഒന്ന് നോക്കടാ. എന്താ ഒന്ന് വർത്താനം പറ. ഇല്ലടാ എടാ, നീ ഇങ്ങനെ ക്യാമറ ചെയ്യല്ലേ? നീ എൻ്റെ കൂടെ 3 കൊല്ലം ഇവിടെ നിൽക്കണ്ടേ? അപ്പൊ നീ എന്നെ എന്തൊക്കെ കാണാൻ കിടക്കുന്നത്? ഇപ്പം തന്നെ ക്യാമറ ചെയ്ത് പോക്കി എടുക്കണ്ടേ? കട്ട് ചെയ്യൊന്നുമില്ല കേട്ടാ, ക്യാമറ ചെയ്ത് പറ്റൂല. ഒന്നാമത് ജീവിക്കുന്ന ഒരു വളർന്നു വരുന്ന ബ്ലോഗർ കൂടിയാണ്, അഭിമാനിക്കൂ. അപ്പം നീ എന്താ പറയാ, വ്ളോഗിങ്ങിലൊക്കെ ഏർപ്പെടണം, ക്യാമറ ചെയ്ത് മാറ്റണം. ഇപ്പൊ വർത്തനം പറ, എന്താ പറ, ഒരു വ്ളോഗിൽ വർത്തനം പറ. എന്താടാ അല്ലേ? 100% ശരിയല്ലേ? ഇതൊക്കെ എന്തായാലും ക്യാമറ ചെയ്ത് മാറ്റണ്ടേ? അങ്ങനെ നമ്മൾ നടന്നതാ കൊച്ചിൻ വില്ലേജ് എത്തിയിട്ടുണ്ട്. ഇതാ ഷോപ്പിയാ കാണിച്ചത്. ഇതാണ് നമ്മൾ പറഞ്ഞ കൊച്ചിൻ വില്ലേജ്. ഇവിടെ നിന്നാണ് നമ്മൾ ഇന്ന് റൊട്ടിയും ബീഫും കഴിക്കാൻ പോകുന്നത്. എല്ലാം ഭാരി കയറുന്ന. ഞാൻ വീഡിയോ എടുക്കാനുണ്ട്, കുറച്ച് സ്റ്റെപ്പ് ബാക്ക് അടിച്ചു. സോ നമുക്ക് ഉള്ളിൽ കയറാം. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി ഇവിടെ ഇരുന്നിട്ടുണ്ട്. എന്തോ നമുക്കിന്ന് ഫീൽ ചെയ്തു. നോർമലി ഇവിടെ എന്താ പറയുക ഫുള്ളായിരിക്കും. നോർമലി ഇവിടെ ആൾക്കാർ ഫുള്ളായിരിക്കും. നമ്മളെന്തോ ഒരു ഭാഗ്യത്തിന് നമുക്കൊരു മൂലൊക്കെ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇരുന്നിട്ടുണ്ട്. എടാ ഇത് ഡ്രൈവറാ, എടാ പറയടാ എന്താടാ സഫാദേ തീർപ്പ് എഴുതി അങ്ങനത്തെ ഉള്ളൂ. അപ്പോൾ നമ്മളിനി നമുക്ക് എന്തായാലും വന്ന മെനു അറിയാം. മീൻസ് മെനു ഒന്നും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 15 പൊറോട്ട പറയുന്നു, 2 ബീഫ് പറയുന്നു, അത്രേ ഉള്ളൂ. പരിപാടി അത്രേ ഉള്ളൂ. സോ നമ്മളിനി ഓർഡർ ചെയ്യട്ടെ.
അങ്ങനെ അപ്പോൾ നമ്മള് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തെല്ലാം പറഞ്ഞത്? എൻ്റെ പേര് 10 പൊറോട്ടയും 15 പൊറോട്ടയും 2 ബീഫും പിന്നെ ഒരു വെജ് കുറുമ. ഒരു വെജ് കുറുമ. നമ്മളെ എക്സ്ട്രാ ഒരു സാധനം കൂടി അത് നമ്മൾ അന്ന് കഴിച്ചുകൊണ്ട് ചുമ്മാ ഒന്ന് ഓർഡർ ചെയ്തു. സോ 15 പൊറോട്ടയും 2 ബീഫ് കറിയും ഒരു വെജ് കുറുമ. സോ ഇനി സാധനം വരട്ടെ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. 5 ആക്കും 5 ബീഫ്, 2 5 ആക്കും 5 പൊറോട്ട. എടാ 5 ആക്കും 5 പൊറോട്ടടാ. 3 എടാ 3 ആ ഓക്കെ എല്ലാം കണക്കിന് പണ്ടേ നമ്മൾ വേഴുവാ. +1 കണക്കല്ലായിരുന്നില്ല, കോമേഴ്സ്. പോട്ടെ എല്ലാവർക്കും 3 പൊറോട്ടയും 2 ബീഫ് കറിയും 1 കുറുമയും. അപ്പം കഴിച്ചാ സാധനം എല്ലാം വന്നിട്ടുണ്ട്. എല്ലാവർക്കും ആക്രാന്ന് കൂടി കഴിച്ചാ തൊണ്ടി എടുക്കുക. അയ്യോ ക്ഷമാന്ന് പറഞ്ഞ സാധനമില്ല. ഇത് വിളറല്ലേ അവളെ കഴിക്കട്ടെ. എന്നാ ആദ്യം കുറുമ എടുക്കും. ഇത് ബീഫ്. ഇവരെന്താടാ ഫോട്ടോ എടുത്ത് കളിക്കുക അതിനിടയ്ക്ക്. അതെല്ലാം കറക്റ്റ് കിട്ടിക്ക് കേട്ടാ. അതെല്ലാം കറക്റ്റ് കിട്ടിക്കടാ. തിന്നുമ്പോ ഫോണ്. എടാ വ്ളോഗേഴ്സ് എങ്ങനെയാടാ? ഞാൻ അറിയില്ല. ഞാനൊരു വളർന്നു വരുന്ന വ്ളോഗറല്ലേ. നീ ഒന്ന് സഹകരിക്കും ബ്രോ. ആ ഗൈസ് അപ്പോൾ എടാ എങ്ങനെയുണ്ടായത്? റിവ്യൂ പറ നല്ലോണം പറ. എടാ ഒരു വാക്കിലെങ്ങനെ ഒതുക്കല്ലടാ. അതെ പറ. നമ്മളെ റിയാസ് ഖാൻ്റെ സാധനം വരട്ടെ. എടാ അതല്ലടാ മറ്റേ ചെങ്ങനെ പേര് പറഞ്ഞല്ലടാ നമ്മളെ. അടാ ഞാൻ പറഞ്ഞ പകുതി ഉറക്കത്താന്നത്. അഭിത്തെ റിവ്യൂ പറ. അഭിത്തെ എങ്ങനെയുണ്ട്? കൊള്ളാം. അപ്പോൾ കഴിക്കട്ടെ. ഇനി കഴിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കുന്ന മോശമല്ലേ അല്ലേ? ഫോൺ ഉപയോഗിക്കുന്ന മോശമല്ലേ? ഒന്നെങ്കിലേ അപ്പോൾ കഴിക്കട്ടെ കേട്ടോ. കഷ്ടപ്പാടാ ബ്രോ, നീ അറിയില്ലല്ലോ. കൊള്ളാം, കുറുമ കൊള്ളാം. അന്നത്തെ അതേ ടേസ്റ്റ് അല്ല വിത്തെ അന്ന് നമ്മൾ മേടിച്ച അതേ ടേസ്റ്റ്. ഇനി ബീഫ് കഷ്ണം പൊറോട്ടയും കറിയും കഷ്ണം ബീഫും കൂടി ചേർത്തിട്ട് പൊളി രക്ഷിതാ. അപ്പോൾ നമ്മളൊന്ന് ഫിനിഷ് ആക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതൊരു ബൈറ്റ് എടുത്താ ആസ്വദിച്ചേടാ. കട്ട ഇനി ആസ്വദിച്ചേക്കട ഒരു വീട് ഇങ്ങനെ ആ രീതിയിൽ അഭിയത്തൊന്ന് ആസ്വദിച്ചേച്ചാ. അജിത് ആസ്വദിച്ചേക്ക്. എടാ അത് ആസ്വദിക്കല്ലല്ലടാ. ആസ്വദനം വണ്ടിയല്ലേ നമുക്ക് ആക്രമണം പോലെ. ആക്രാന്താ? ഓ തെറ്റല്ലേ? ഞാൻ മാത്രം കുറച്ച് കഴിക്കാൻ നോക്കിയിട്ട് ബാക്കി എല്ലാവരും കഴിച്ച് കഴിഞ്ഞു. എല്ലാവരും തിന്ന് തീർന്നു. കുറച്ച് മെല്ലെ നമ്മൾ കഴിക്കാറുള്ളൂ. അതുകൊണ്ട് ഇതും കൂടി ബാക്കിയുണ്ട്. ഗായസ് ഒരുത്ത പാവം കൈ ഒടിഞ്ഞു ഞാൻ. ഇവനെ കണ്ടവരാരും കോർക്കുന്നുണ്ടോ? അവിടെ രാത്രി വെള്ളം എടുക്കാൻ പോയതാ. വെള്ളം അടിക്കാനല്ലേ, വെള്ളം എടുക്കാൻ കുടിവെള്ളം. അന്ന് രാത്രി നമ്മൾ വീഡിയോ എടുത്ത് അന്ന് രാത്രി സ്റ്റെപ്പ് ഒന്ന് വീണു, കൈയൊടിഞ്ഞു. ശുഭം. ഓ ചിരിക്കണോ അല്ലെങ്കിൽ ചെക്കനെ സമാധാനിപ്പിക്കണോ? 1 മണിക്കൊക്കെ വെള്ളം എടുക്കാൻ പോയ കുഴപ്പമില്ല അല്ലേ? കാട്ട് എടുത്തു അവയെ ഒരായി കേക്കൊന്നും കൂടിയില്ലേക്ക് അടിച്ചിരിക്കുന്നതൊക്കെയല്ലോ. അപ്പോൾ ഇനി ഇന്ന് ഫിനിഷാക്കട്ടെ. എല്ലാം എനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഗൈസ് ഇതൊന്ന് കണ്ടോക്കും. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ട്. കറി വരെ തുടച്ച് കഴുകി തിന്നിരിക്കുക. ഗൈസ് അപ്പോൾ ടേബിൾ കണ്ടല്ലോ, നല്ല അടിച്ച് തുടച്ച് വാരി കഴിച്ചിരിക്കുന്നത്. അവിടുത്തെ ഫുഡൊക്കെ ഉണ്ട്. ഒരു പേഴ്സണൽ റിവ്യൂ പറയാം. പേഴ്സണലി ഞാൻ കഴിച്ചിട്ടുള്ളത് ഇവിടുന്ന്
ഇതിപ്പോ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ ഇത് സെയിം മെനു ഇവിടുന്ന് കഴിക്കുന്നത് അല്ലേ? ഹോട്ടലിലെ ഫോട്ടോ എടുത്തത് അല്ലുണ്ട് കയറും. അപ്പൊ എന്നെ പ്രൊമോഷൻ്റെ ആവശ്യമൊന്നുമില്ല. പ്രൊമോഷൻ വേണോ? അഥവാ കത്തിക്കാരിയാലോ? കാര്യമില്ല, അഥവാ കത്തിക്കാരിയാലോ? എന്തരേ അപ്പോൾ അയ്യോ ബില്ല് തിരിഞ്ഞു കഴിച്ചതാ. അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ട് നമ്മൾ കഴിച്ചു കഴിച്ചപ്പോൾ ടോട്ടൽ 494 രൂപ ആയിട്ടുള്ളൂ. അത്യാവശ്യം നമ്മളെല്ലാവരും നല്ല ഗംഭീരമായിട്ട് കഴിച്ചില്ലേ? ഇപ്പോൾ വയറ് നിറഞ്ഞു പോയി. സീരിയസ്ലി അടിപൊളി, നല്ല അടിപൊളി ഫുഡും അഫോർഡബിൾ ആയി. നമ്മൾ 5 ആൾ സുഖമായിട്ട് കഴിച്ചു. ഒരാൾ 100 രൂപ ഇട്ട മേലേ അതാ കറക്റ്റ് 100 രൂപ ഇട്ടാൽ എന്നും ബാക്കിയാണ് പൈസ. 6 രൂപ ബാക്കി സേവ് 6 എൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ടു. അപ്പോൾ നമുക്കെല്ലാവരും ഹാപ്പിയായി. സോ ഇനിയൊന്നുമില്ല, ഇനി നമ്മൾ നേരെ തിരിച്ച് റൂമിലേക്ക് പോകുന്നു അല്ലേ? ഇനി ഓട്ടോ അല്ല തേങ്ങ. നമ്മൾ നേരെ വന്ന പോലെ തിരിച്ച് ബൈ വാക്കിലൂടെ നേരെ റൂമിലേക്ക് വന്നു. സോ നമുക്ക് ഇനി പ്രത്യേകിച്ച് വ്ളോഗൊന്നുമില്ല, നമുക്ക് വീഡിയോടെ വന്ന് വിടും അല്ലേ? അതിൻ്റെ ചെയ്യാം. സോ ഗൈസ് ഇന്നത്തെ നമ്മൾ അതെല്ലാവരും പറയാം. നമുക്ക് വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാലോ? ഇത് ഉണ്ടാവില്ല. ഇല്ല, ഇപ്പൊ ഇവിടെ വെച്ച് നമ്മൾ ഉണ്ടാക്കും. എന്ത് എന്താടാ അപ്പൊ അത് ഒരു ഇതില്ലാത്ത വ്ളോഗ് നല്ലതല്ലടാ. വ്ളോഗ് നല്ല തന്നെയാണ്. പിന്നെന്താ ചെക്കൻ ഒരു സുഖമില്ലാത്തതുകൊണ്ട് നമ്മൾ വീട് ഇപ്പൊ ഇവിടെ വെച്ച് നിർത്തൂല. ആടെ വരെ പോകും. ഇല്ലില്ല, നീ ഇങ്ങനെ പറഞ്ഞോണ്ടെന്നെ അങ്ങനെ നിർത്താൻ കഴിയാ. ഇന്നത്തെ നമ്മളെ പൊറോട്ട ബീഫ് സീരീസ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലടിക്കണം കൂടെ അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ.